ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടോളൂ നിങ്ങളെ. ഇന്നത്തെ വീഡിയോ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഒന്ന് എൻ്റെ ഉച്ചക്കത്തെ ഒരു മീൻ കറിയുടെ റെസിപ്പി മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. മീൻ കറി വെക്കാൻ എന്താ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ സിലോപ്പി മീനാണ് മേടിച്ചിരിക്കുന്നത്. ഒക്കെ രാവിലെ കൊണ്ടു തന്നിട്ട് പോയതാണ്. ഒക്കെ വർക്കിന് പോയി, കുട്ടി അംഗൻവാടിക്കും പോയി. അപ്പം ഇന്നിപ്പോൾ മീൻ കറിൻ്റെ റെസിപ്പി മാത്രമേ ഉള്ളൂ. അപ്പം മീനൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചു. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെ അതിന് വേണ്ടതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. മീനൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ചട്ടി വെച്ചു, ഉലുവ പൊട്ടിച്ചു. അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒരൊറ്റ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. അത് ഇട്ടു. പിന്നെ ഇതിൽ കറിവേപ്പില ഇട്ടു. ഒരു കറിവേപ്പില ഇട്ടു ഞാൻ. കറിവേപ്പില അത് എൻ്റെ ഒരു ടെക്നിക്കാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളിയൊക്കെ വാടിയോന്നറിയാൻ കറിവേപ്പില ഇട്ടാൽ കറിവേപ്പിലയിൽ മുട്ടി നിന്നാൽ ഉള്ളി വാടിയെന്നറിയാൻ പറ്റും. ഉള്ളി വാടിയോന്നറിയാൻ. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. ഉപ്പിട്ട് നല്ല വാട്ടിയെടുക്കുന്നുണ്ട്. നല്ല വാട്ടിയെടുത്തിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാ കറിവേപ്പിലയും അതിലേക്ക് ഇട്ടു. കറിവേപ്പില കംപ്ലീറ്റ് ഇട്ടു. കറിവേപ്പിലയൊക്കെ നല്ല ഇടണം കേട്ടോ. അപ്പോഴാണ് ചാറ് നല്ല ഫ്ലേവറും മണവും ഒക്കെ ഉണ്ടാവുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. പിന്നെ തക്കാളി ഇട്ട് നല്ല വാട്ടിയെടുത്തു. ഇതിൽ നമ്മൾ ഇടുന്ന സാധനങ്ങൾ നല്ല എണ്ണയിൽ കിടന്ന് വാടി വരണം കേട്ടോ. പച്ചച്ചോയ വരാൻ പാടില്ല. മീൻ കറിൻ്റെ ടേസ്റ്റേ പോയി കിട്ടും. ഞാനെപ്പോഴും ഇങ്ങനെ വെക്കാറ്. പിന്നെ ഇതിൽ മുളക് കറി മത്തിയാണെങ്കിൽ മാത്രമേ മുളകിട്ട് വെക്കുള്ളൂ. ബാക്കി ഏത് മീനും ഞാൻ തേങ്ങ അരച്ചാണ് വെക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളകൊക്കെ ഇട്ടു നല്ല വാട്ടിയെടുക്കും. നല്ല വാട്ടിയെടുക്കും. പച്ചമുളകൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മൂത്ത് പൊട്ടി തീർക്കാതെ നോക്കണേ. ഞാൻ കുറച്ച് വിട്ടിട്ടൊക്കെയാണ് ചെയ്യണത്. എനിക്ക് പേടിയാണ്, എനിക്ക് വല്ലാതെ ഇടാനും പേടിയാണ്. കുറച്ച് ഗ്യാപ്പ് വിട്ട് നിന്നിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ പൊടികൾ ആഡ് ചെയ്യുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് അത് കുറച്ചൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. കാരണം പച്ചമണം വരാൻ പാടില്ല. പച്ചമണം മാറിക്കിട്ടണ വരെ, പൊടികളുടെ പച്ച ഫ്ലേവറൊക്കെ മാറിക്കിട്ടണ വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. കണ്ടോ, ഞാൻ നന്നായിട്ട് വാട്ടിയെടുക്കണം. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പാണ് ഇട്ടിരിക്കണത്. എല്ലാതും അതിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി നിങ്ങൾ എത്ര കറി വെക്കണം അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞാൻ വെക്കുന്നതിനനുസരിച്ചുള്ളൊരു കൺസിസ്റ്റൻസി ഇട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതാകുമ്പോൾ പുളിവെള്ളം അതൊന്ന് ആയി വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിക്കും. പുളിവെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് വരുമ്പോൾ മീനും തേങ്ങയിടാൻ അത്ര തന്നെ പണിയുള്ളൂ. സിമ്പിൾ പരിപാടിയാണ് മീൻ കറിയൊക്കെ. മീൻ കറിയും ഇറച്ചിക്കറിയൊക്കെ നമുക്കൊരു സിമ്പിളല്ലേ അല്ലേ. ഇറച്ചിയിൽ നമ്മൾ വെറൈറ്റി വെക്കുമ്പോൾ അത് പണി തന്നെയാണ് കേട്ടോ. പിന്നെ കറി നന്നായി നല്ല തിളച്ചപ്പോൾ മീനിട്ടു. ഞാൻ മീനും തേങ്ങ ഒപ്പം ഒഴിക്കും കേട്ടോ. കാരണം മീൻ വെന്തിട്ട് പിന്നെ തേങ്ങ ഒഴിക്കുകയല്ല ചെയ്യുക. മീനും തേങ്ങയും കൂടി ഒപ്പം തന്നെ ഒഴിക്കും. കാരണം അല്ലെങ്കിൽ മീൻ ചിലപ്പോൾ വെന്തുടയും. അപ്പോൾ മീൻ ഇട്ടു. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് തേങ്ങ ഒഴിക്കും. തേങ്ങ ഒഴിച്ച് നമ്മുടെ കറി റെഡിയായി. ഇത് പ്രത്യേകിച്ച് താളിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം ഞാൻ വെക്കുന്ന ഫസ്റ്റേ താളിച്ചിട്ടാണ് കൂട്ടാൻ വെക്കാറ്. നിങ്ങൾക്ക് എങ്ങനെ വെക്കുകയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വെക്കാറ്. മീൻ ഇട്ടതും തേങ്ങ ഒഴിക്കും. പിന്നെ 2 കല്ല് കറിവേപ്പില പിന്നെയും ഇടും. അങ്ങനെ തന്നെ, അങ്ങനെയാണ് വെക്കാറ് കേട്ടോ. പിന്നെ തേങ്ങ നല്ല കട്ടിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിക്കും. പിന്നെ നല്ല നന്നായി തിളച്ചാൽ നമ്മുടെ ഇവിടുത്തെ കറി റെഡിയാകും കേട്ടോ. നല്ലൊരു ചോറ് വയ്ക്കുക. ഇതൊക്കെ മീൻ കറിയൊക്കെ ഒഴിച്ച് മീൻ പൊരിക്കാൻ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. അതിന് മസാല തിരുമ്പുക. പിന്നെ കുളി നിസ്കാരമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കുക. ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.